പഠിച്ചിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഈ മൂക്കിൽ കൂടെ വരുന്ന വെള്ളത്തെ നിർത്തുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവണില്ല. ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങൾ വരുന്ന മരുന്നുകൾ കൊടുത്ത് ഇത് ഡിസ്ചാർജായി പോയി ക്ലീൻ ആവാനാണ് ഈ പ്രകൃതി നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന പണി. അപ്പോൾ അതിനെ നിർത്തുമ്പോൾ എന്താവും? അത് മുകളിലേക്ക് കയറും. അങ്ങനെയാണ് മൈഗ്രെയിൻ എന്നുള്ള പേര് കഫക്കാർക്കും പിത്തക്കാർക്കും കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് മൈഗ്രെയിൻ. ഈ മൈഗ്രെയിനിന് ചികിത്സിക്കുമ്പോൾ ചില മൈഗ്രെയിൻ ചികിത്സയ്ക്ക് വിധേയനാകുന്ന ആളുകൾ അസുഖം മാറുന്നില്ല. കാരണം ബേസ് എന്ന് പറയുന്നത് ഉണ്ട് മൈഗ്രെയിൻ്റെ കാരണം. വാദമുള്ളവനാണോ, അല്ല വാദം പോട്ടെ, കഫമുള്ളവനാണോ പിത്തമുള്ളവനാണോ എന്ന് തിരിച്ചറിയണം. ഈ കഫമുള്ള ഒരാളെ ചൂടാക്കിയാൽ മതി, അതങ്ങ് ഉരുകിപ്പൊക്കോളും. പിത്തമുള്ള ആളെ എന്ത് ചെയ്യണം? ഫ്രീസ് ചെയ്യണം, അങ്ങ് തണുപ്പിച്ചാൽ മതി. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ശ്വാസമുട്ടൽ അനുഭവിക്കുമ്പോൾ നമ്മൾ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ വേഗം അവർ ഓക്സിജൻ തരാനായിട്ട് ICUലേക്ക് കയറ്റും. നല്ല ഐസ് പോലെ ഇരിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ആൾ. അവിടെ ചെന്നു അവർ ഓക്സിജൻ കൊടുക്കാനായിട്ട് ഇട്ടു. ഒരു ദിവസം കുഴപ്പമൊന്നുമില്ല. പിറ്റത്തെ ദിവസം കിട്ടുന്ന ന്യൂസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമോണിയ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ന്യൂമോണിയ വന്നില്ലല്ലോ. അല്ല, അത് ചിലപ്പോൾ ICUയിൽ ഇൻഫെക്ഷൻ ആവാം, എന്നാലും ന്യൂമോണിയ വന്നു. വളരെ ജനം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വെറുതെ വിട്ടികളെ പോലെ അവിടെ ചെന്നിട്ട് ഈ ശ്വാസം മുട്ടൽ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനെ അതിജീവിക്കാൻ ആയുസിൻ്റെ ബലം കൊണ്ട് തന്നെ ഇങ്ങനെ പോരുക. അതേസമയം വേറൊരു കൂട്ടർ അവിടെ പോയി കഴിഞ്ഞാൽ ന്യൂമോണിയ ഒന്നും വരാതെ കൂളായിട്ട് സുഖമായിട്ട് പുറത്തേക്ക് വരും. ഇത് രണ്ടിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ